13 ദിവസമായി. അപ്പം അമ്മ ഇപ്പോഴും ചോദിക്കുകയാണ് എൻ്റെ മകൻ എന്താ പറ്റിയത്. ഈ 13 ദിവസമായിട്ട് നമ്മൾ എന്താ ഇനി പറയേണ്ടത്, എന്നാൽ തിരിച്ചു വരിക ഒന്നും അറിയില്ല. അപ്പം നഷ്ടമായിട്ട് അർജുനെ നമുക്ക് നഷ്ടമായിട്ട് 13 ദിവസമായി. അപ്പോൾ ഇനിയും 4 ദിവസം നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കേണ്ടതെന്നും നമുക്ക് അറിയുന്നില്ല. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടോടും ഇതുവരെ നിന്ന് എല്ലാ രീതിയിലും നമുക്ക് തിരച്ചിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ സാറൊക്കെ പറയുന്നുണ്ടെന്ന് പറയാം, സിഎമ്മും എല്ലാവരും അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ യാതൊരു കാരണവശാലും തിരച്ചിൽ നിർത്തരുത്, അതിന് എല്ലാ സപ്പോർട്ടും നമുക്ക് വേണം. നമസ്കാരം. കർണാടക അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ എന്ന യുവാവിനെ തെരഞ്ഞുകൊണ്ടുള്ള രക്ഷാദൗത്യം ഇന്നത്തോടുകൂടി കർണാടക സർക്കാർ നിർത്തിയിരിക്കുന്നു. വീണ്ടും 4 ദിവസത്തിന് ശേഷം പുനരാരംഭിക്കാം എന്നാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അറിയുന്ന തീരുമാനം. ഇതിനെതിരെ കേരളത്തിലെ മന്ത്രിയായ മുഹമ്മദ് റിയാസ് കൃത്യമായ രീതിയിൽ തന്നെ കേരളത്തിന്റെ പ്രതിഷേധം അവരെ അറിയിച്ചിട്ടുണ്ട്. കേരളവും കർണാടകവും ചേർന്ന് സംയുക്തമായി നടത്തിയ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ കർണാടകം പെട്ടെന്ന് പിൻവലിയുക എന്നുള്ളത് നിരാശാജനകമായ അനുഭവമായിരുന്നു എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഏതു വിധേനയും കാണാതായ അർജുനനെ കണ്ടെത്തുവാൻ വേണ്ടി എത്ര വലിയ സന്നാഹങ്ങൾ ഒരുക്കേണ്ടി വന്നാലും അതിന് കേരള സർക്കാർ തയ്യാറാണ്. ഇതുവരെയും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നു. തീർച്ചയായും വീണ്ടും ഇനിയും ഇത് ആവർത്തിക്കണം. അർജുനനെ കണ്ടെത്തുന്നതുവരെ ഈ ഒരു ദൗത്യത്തിൽ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രി റിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. എന്നാൽ നദിയിൽ ശക്തമായ അടിയൊഴുക്കുണ്ടെന്നും 4 ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മഴ സാധ്യത കൂടുതലാണ്. മണ്ണിടിച്ചൽ സാധ്യത കൂടി അങ്കോള പരിസരത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ഒരു കാരണവശാലും രക്ഷാദൗത്യത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥയല്ലാത്തതിനാൽ അത് നിർത്തിവെക്കുന്നു എന്ന് തന്നെയാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അങ്കോള ഭാഗത്തിന്റെ ചുമതലയുള്ള MLA തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഈ വിവരം അറിഞ്ഞ അർജുന്റെ കുടുംബം ഇപ്പോൾ ആകെ നിരാശയിൽ തന്നെയാണ്. ഏതു വിധേനയും അർജുനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അർജുന്റെ ഭാര്യയും കുഞ്ഞും അമ്മയും അച്ഛനും മറ്റു കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാവരും. ഇനി ഒരു കാരണവശാലും ഈ 13 ദിവസം തിരച്ചിൽ തുടങ്ങിയിട്ട് ഇനി അത് നിർത്തരുത് എന്ന് കരഞ്ഞ് അപേക്ഷിക്കുന്ന തരത്തിൽ തന്നെയാണ് അർജുന്റെ സഹോദരി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. നമ്മുടെ സർക്കാരും കേരള സർക്കാരും കർണാടക സർക്കാരും ഈ ഒരു വിഷയത്തിൽ അത്യധികമായ ഉത്സാഹത്തോടു കൂടി താല്പര്യത്തോടു കൂടി ജീവകാരുണ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളോട് സഹകരിച്ചത്. വീണ്ടും അർജുനെ കണ്ടെത്തുവാൻ വേണ്ടി ഇനിയും ഇത്തരത്തിലുള്ള സഹകരണം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും പ്രിയപ്പെട്ട മാധ്യമങ്ങൾ ഇതിനുവേണ്ടി എടുത്ത എഫർട്ടുകൾ ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. നന്ദിയുള്ളവരാണ്. തീർച്ചയായും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഇനിയും തിരച്ചിൽ തുടരുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് അർജുന്റെ സഹോദരി മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൈകൂപ്പി വിങ്ങിപ്പൊട്ടി കൊണ്ടു പറഞ്ഞത്. എന്തായാലും കർണാടക സർക്കാർ ഈ തിരച്ചിൽ 4 ദിവസത്തിന് ശേഷം പുനരാരംഭിക്കാം എന്ന് പറയുമ്പോൾ ശക്തമായ മഴയുടെ സാഹചര്യം നിലനിൽക്കുന്നു. ഏതാണ്ട് 7 നോട്ട് വരെയുള്ള അടിയൊഴുക്ക്, അതായത് 13 മുതൽ 15 കിലോമീറ്റർ വേഗതയിൽ നദിയുടെ അടിയൊഴുക്കുണ്ട്. ഇതിനിടയിൽ അടിയിൽ ഉണ്ട് എന്ന് പറയുന്ന ട്രക്ക് പോലും ഒരുപക്ഷെ കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ഒഴുകി പോകുവാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ അർജുനെ കണ്ടെത്തുവാനുള്ള സാധ്യതകളും അതോടുകൂടി മങ്ങും. അതുകൊണ്ട് ദയവായി 4 ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കണം എന്ന് തന്നെയാണ് അർജുന്റെ സഹോദരി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അർജുന്റെ സഹോദരി മാധ്യമങ്ങളുമായി പങ്കുവച്ച അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. 13 ദിവസമായി. അപ്പം അമ്മ ഇപ്പോഴും ചോദിക്കുകയാണ് എൻ്റെ മകൻ എന്താ പറ്റിയത്. ഈ 13 ദിവസമായിട്ട് നമ്മൾ എന്താ ഇനി പറയേണ്ടത്, എന്നാൽ തിരിച്ചു വരിക ഒന്നും അറിയില്ല. അപ്പം നഷ്ടമായിട്ട് അർജുനെ നമുക്ക് നഷ്ടമായിട്ട് 13 ദിവസമായി. അപ്പോൾ ഇനിയും 4 ദിവസം നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കേണ്ടതെന്നും നമുക്ക് അറിയുന്നില്ല. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടോടും ഇതുവരെ നിന്ന് എല്ലാ രീതിയിലും നമുക്ക് തിരച്ചിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ സാറൊക്കെ പറയുന്നുണ്ടെന്ന് പറയാം, സിഎമ്മും എല്ലാവരും അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ യാതൊരു കാരണവശാലും തിരച്ചിൽ നിർത്തരുത്, അതിന് എല്ലാ സപ്പോർട്ടും നമുക്ക് വേണം. നമുക്ക് ഇതുവരെ നടന്ന പ്രവൃത്തിയിലൊന്നും യാതൊരുവിധ ഇതും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇനി നിർത്തുകയാണ് പറയുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇത്രയും നമ്മൾ കാത്തിരുന്ന്, അപ്പം ഇനിയും ഇതിന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പെട്ടെന്ന് തുടർന്ന് പോകണം തന്നെയാണ്. ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കർണാടക സർക്കാർ എന്തെങ്കിലും തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയി എന്നൊരു ചിന്തയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇല്ല. നമുക്ക് അതായത് ഇതുവരെയൊക്കെ നമ്മുടെ സർക്കാരാണെങ്കിലും അവിടുത്തെ സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് നമുക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത്
ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് അർജുനെ പോലെ തന്നെ വേറെ 2 പേരെയും കൂടി കണ്ടു കിട്ടാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കിട്ടുന്നവരെ ഈ തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുതെന്നാണ് അപേക്ഷിക്കാനുള്ളത്. മെനാന്ന് മിനിസ്റ്റർ അടക്കമുള്ള മീറ്റിങ്ങിൽ ഈ കാര്യങ്ങൾ മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ MLA എല്ലാ ആളുകളും കൂടിയിട്ടുള്ള മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിദ്യകളൊന്നും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നാണ് നമ്മളടുത്ത് അവിടുന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ എത്രയും ഇനിയും 4 ദിവസം. പക്ഷേ ഇപ്പം നടന്നു പോകുന്ന ഈ കാര്യങ്ങൾ തന്നെ മുന്നോട്ട്, അതായത് അവർ പിൻവാങ്ങി ഇനി നമുക്കറിയില്ല അത് എത്രത്തോളത്തെ ഒരു അനിശ്ചിതത്വം അതിലുണ്ട്, എത്ര കാലത്തേക്കെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഈ കാലാവസ്ഥേൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാനുള്ള പല രീതിയിലുള്ള ടെക്നിക്കുകളും നമുക്ക് അവൈലബിൾ ആണ്. ആ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതുവരെ നിങ്ങളൊക്കെ നമ്മുടെ കൂടെ നിന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങൾ കൂടെ നിന്നുണ്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടും സാന്നിധ്യവും നമുക്ക് ഇനിയും വേണം. അപ്പം ഈ ഒരു തിരച്ചിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കരുതെന്നാണ് നമുക്ക് ഇനിയും പറയാനുള്ളത്. മറ്റൊന്ന്, ഈ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കുടുംബത്തെ കൃത്യമായിട്ട് അറിയിക്കാനൊന്നും സംവിധാനം ഇതുവരെ ആയിട്ടുണ്ടോ? നേരിട്ട് ഹസ്ബൻഡ് തന്നെയാണ് നമ്മളെ അറിയിക്കുന്നത്. അതിലൊന്നും നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. എല്ലാം ഹസ്ബൻഡ് നമുക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്താൻ പാടില്ല. പിന്നെ മെനയാന്ന് നമുക്ക് ലോറി കണ്ടു, അത് ഐഡൻറ്റിഫൈ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊന്നും അതിനെപ്പറ്റി യാതൊരുവിധ ഇതുമില്ല. നമ്മൾ അന്ന് ഓരോ നിമിഷവും ഇപ്പം കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് ലോറി ഒന്നും കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേറ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് ബാക്കി വിവരങ്ങൾ കിട്ടാത്തതിലൊരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ നമുക്ക് ആരും ബ്ലെയിം ചെയ്യുകയല്ല. നമുക്ക് ഈ ഒരു അവനെ തിരിച്ചു കിട്ടുന്ന അല്ലെങ്കിൽ അവനെ പോലെ കാണാതായ മറ്റ് 2 പേരെയും തിരിച്ചു കിട്ടുന്നവരെ ഈ ഒരു തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്താതെ മുന്നോട്ട് പോകണം.